ഇന്നത്തെ അറിയിപ്പുകൾ. സഹകരണ മേഖലാ ബാങ്കിലെ നിക്ഷേപ പലിശ നിരക്കിൽ മാറ്റം വരുത്തി. ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമായി. സഹകരണ മന്ത്രി വി.എൻ. വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന പലിശ നിർണയം സംബന്ധിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ സ്ഥിര നിക്ഷേപ പലിശ നിരക്കിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. കറന്റ് അക്കൗണ്ടുകൾക്കും സേവിംഗ് അക്കൗണ്ടുകൾക്കും പലിശ നിരക്കിൽ നിലവിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ദേശസാൽകൃത ഇതര ബാങ്കുകളെക്കാളും കൂടുതൽ പലിശ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകർക്ക് ലഭ്യമാക്കും വിധമാണ് പലിശ നിരക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. കേരള ബാങ്ക് പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾക്ക് നൽകിവരുന്ന പലിശ നിരക്കിൽ മാറ്റം വരുത്തി. നിക്ഷേപ സമാഹരണ കാലത്തെ നിക്ഷേപങ്ങൾക്ക് ആ സമയത്ത് നൽകിയിരുന്ന പലിശ തുടർന്നും ലഭിക്കും. പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന നഴ്സിംഗ് കഴിഞ്ഞ യുവാക്കൾക്ക് സുവർണാവസരം. ഒറോറ 2025 പദ്ധതിക്ക് കീഴിൽ ബെൽജിയത്തിലാണ് ജോലി ഒഴിവുകൾ ഉള്ളത്. BSc നഴ്സിംഗ് അല്ലെങ്കിൽ മുതിർന്ന ആളുകളെ പരിചരിക്കാൻ GNM ഹോസ്പിറ്റൽ സെക്ടറിൽ MSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. കുറഞ്ഞത് 1 വർഷത്തെ ക്ലിനിക്കൽ പ്രവൃത്തി പരിചയം അനിവാര്യമാണ്. IELTS ബാൻഡ് സ്കോർ 6 നേടിയിരിക്കണം, അല്ലെങ്കിൽ OET ഓവറോൾ ഗ്രേഡ് C ആയിരിക്കണം. ഉദ്യോഗാർത്ഥിക്ക് കുട്ടികളുണ്ടെങ്കിൽ ഡച്ച് ഭാഷാ പരിശീലനം തുടങ്ങുമ്പോൾ ഏറ്റവും ഇളയ കുട്ടിക്ക് കുറഞ്ഞത് 3 വയസ്സുണ്ടായിരിക്കണം. 35 വയസ്സാണ് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജൂലൈ മുതൽ ഡിസംബർ വരെ സൗജന്യ ഡച്ച് ഭാഷാ പരിശീലനം ഒഡെപിക് നൽകും. വിജയിക്കുന്നവർക്ക് 2026 ജനുവരിയിൽ ബെൽജിയത്തിലേക്ക് പോകാം. പരിശീലന സമയത്ത് 15,000 രൂപ സ്റ്റൈപ്പൻഡായി നൽകും. ഈ സമയം താമസം സൗജന്യമായിരിക്കും. ഡച്ച് ഭാഷാ പരിശീലനം ആരംഭിക്കുന്നതിന് മുൻപ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 30,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈടാക്കും. ബെൽജിയത്തിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് ഈ തുക മുടക്കി നൽകും. വിസയും യാത്രാ ടിക്കറ്റും തൊഴിലുടമ തന്നെ നൽകും. ബെൽജിയത്തിൽ 1 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കണം. ഈ കാലയളവിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്യാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 2,000 യൂറോ, അതായത് ഏകദേശം 1,90,000 ഇന്ത്യൻ രൂപ വരെയാണ് ശമ്പളം. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. AICTE അംഗീകാരമുള്ള കാഞ്ഞങ്ങാട്ടെ എയ്ഡഡ് പോളിടെക്നിക് കോളേജായ സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിലേക്ക് ലെക്ചറർമാരെ ആവശ്യമുണ്ട്. 56,100 മുതൽ 1,77,500 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. സ്ഥിര നിയമനത്തിന് യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി വിഭാഗങ്ങളിലേക്കാണ് ലെക്ചറർമാരെ തേടുന്നത്. അപേക്ഷാ ഫീസ് 2,000 രൂപയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22 ആണ്.